ISRO ചാരക്കേസ്. അത് ഞാനും ഒരു ചെറിയ പങ്ക് വഹിച്ചു. ഇപ്പം നേരത്തെ ലാല് സൂചിപ്പിച്ചു ഇങ്ങനെ നിറം പിടിപ്പിച്ച നുണക്കഥകൾ. അതാണ് പെട്ടെന്ന് തന്നെ അത് ട്രിഗർ ചെയ്തത്. അത് നമുക്കറിയാം, അതിൻ്റെ പിന്നാമ്പുറം അറിയാം. നമ്പി നാരായണനെ പ്രതിയാക്കി കേരളത്തിൽ ഒരു വലിയ സംഭവം, ആ ചുരുൾ അഴിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളാണ്, പത്രങ്ങളാണ്. അന്ന് ടെലിവിഷൻ ചാനലുകളില്ല. ഇന്ത്യ ടുഡേ മലയാളം എഡിഷൻ വളരെ ശക്തമായൊരു സാന്നിധ്യമായി കേരളത്തിൽ വന്നിരുന്നു. 90-ലാണ് ഇന്ത്യ ടുഡേ മലയാളം എഡിഷൻ തുടങ്ങിയത്. ഞാൻ അന്ന് മുതൽ കേരളത്തിൻ്റെ കറസ്പോണ്ടൻ്റാണ്. 94-ലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ 1-2 സ്റ്റോറിയൊക്കെ എഴുതി. പക്ഷെ ഞാൻ വിചാരിച്ചത് ശരിയല്ല എന്നെനിക്ക് തോന്നി. എൻ്റെ ഭാഗ്യം കൊണ്ട്, ഒരു പക്ഷേ ആ കേസിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചു നിന്നു. അപ്പോൾ എൻ്റെ മുകളിലുള്ളവർ ചോദിക്കുന്നുണ്ട്, ശേഖർ ഗുപ്തയാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ, അരുൺപുരി ചീഫ് എഡിറ്റർ, അവരൊക്കെ ചോദിക്കുന്നുണ്ട്, JK വൈ ആർ യു നോട്ട് ഫൈലിംഗ് എനി സ്റ്റോറി ഓൺ ദിസ്, എന്നിങ്ങനെ ചോദിക്കുന്നൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു നല്ല സോഴ്സ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. എനിക്കറിയാം ഈ സോഴ്സുകളൊന്നും എനിക്കറിയാം ആരൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അവരിൽ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഞാനിത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എടുത്തില്ല. അവസാനം CBI അന്വേഷിക്കുന്നു. ശേഖർ ഗുപ്തയും ഞാനും കൂടെ തീരുമാനിച്ചു CBIയെ കാണുക. ഉദ്യോഗസ്ഥർ അവരിങ്ങനെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണാൻ തീരുമാനിച്ചു. ഞാൻ കൊച്ചിയിൽ പോയി അവിടെ ഹോട്ടലിൽ താമസിച്ചു. 4-5 ദിവസം അവിടുത്തെ കേരളത്തിലെ ഒരു ML ശർമ്മ CBIയുടെ ജോയിൻറ്റ് ഡയറക്ടറാണെന്ന്. അദ്ദേഹമുണ്ട്. നമ്മുടെ നെയ്യാറ്റിൻകരക്കാരൻ്റെ ഒരു PM നായർ അദ്ദേഹമുണ്ട്. അദ്ദേഹം DIG ആണ്. അവർ രണ്ടുപേരും എന്നോട് രാത്രി പകലൊക്കെ അവർ അന്വേഷണം ഫയൽ എഴുത്ത് ഒക്കെയാണ്, കേസ് ഡയറി എഴുത്ത്. രാത്രി എന്നോട് ഇങ്ങനെ വിശദമായിട്ട് സംസാരിക്കും. കാരണം എനിക്ക് പത്രത്തിൽ വായിച്ചതെല്ലാം അറിയാം. ഞാനിങ്ങനെ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. പാതിരാ നീളുന്നിടം വരെ CBI ഉദ്യോഗസ്ഥരും ഞാനും തമ്മിലുള്ള എൻകൗണ്ടറുകളാണ് നടന്നുകൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ സ്റ്റോറി എഴുതി. എന്താണെന്നറിയാമോ? മലയാളത്തിൽ ആ കഥയുടെ പേരാണ് നിറം പിടിപ്പിച്ച നുണക്കഥകൾ. അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്കിത് പറയണം തോന്നി. അന്ന് IB ഉദ്യോഗസ്ഥരായ മാത്യു ജോൺ, അദ്ദേഹം IB കേരളത്തിൻ്റെ ചീഫാണ്. അദ്ദേഹവും പിന്നെ RS ശ്രീകുമാർ, അവർ രണ്ടുപേരും കൂടെ അന്നത്തെ DGP മധുസൂദനൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്നിട്ട്, നിങ്ങൾ രമൺ ശ്രീവാസ്തവയെ സസ്പെൻഡ് ചെയ്യണം, ISRO ചാരക്കേസിൽ അദ്ദേഹം പ്രതിയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ എവിഡൻസ് ഉണ്ടോ? എവിഡൻസ് ഒന്നുമില്ല, പക്ഷേ അദ്ദേഹം പ്രതിയാണ്, നിങ്ങൾ സസ്പെൻഡ് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എവിഡൻസ് കിട്ടാതെ എൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ, IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് അന്നത്തെ DGP മധുസൂദനൻ പറഞ്ഞു. ഇവർ ദേഷ്യപ്പെട്ടിട്ട് ഷൂസ് ആഞ്ഞു ചവിട്ടി DGPയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം അവർ കരുണാകരനെ കാണാൻ ക്ലിഫ് ഹൗസിൽ പോയി. കരുണാകരനോട് ഇതേ കാര്യം ആവശ്യപ്പെട്ടു, നിങ്ങൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം, തെളിവ് കൊണ്ടുപോവാ. തെളിവ് കൊടുക്കാൻ IBക്ക് ഇല്ലായിരുന്നു ലാൽ. അതാണ് കഥ. അന്നത്തെ അരമിനിറ്റും കൂടെ എന്നിട്ട് കരുണാകരൻ പറഞ്ഞു, തെളിവില്ലാതെ എനിക്കൊരു IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞതിന് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. നമുക്കൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോയി. അതുവരെ ഞാനൊക്കെ കരുണാകരനെതിരെ ഒത്തിരി എഴുതുമായിരുന്നു. ഞാൻ ആ എഴുത്ത് നിർത്തി. ഞാൻ പിന്നെ കരുണാകരൻ്റെ ആളായി. എല്ലാ ദിവസവും ഞാൻ ക്ലിഫ് ഹൗസിൽ പോകുമായിരുന്നു അദ്ദേഹത്തോട് സംസാരിക്കാൻ, അദ്ദേഹത്തോട് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ. കാരണം താഴെ തട്ടിൽ അദ്ദേഹത്തിന് എതിരെ നടക്കുന്ന ഗൂഢാലോചനകളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ പല മാധ്യമങ്ങളും ആ പരിപാടി നിർത്തിയില്ല. അല്ലല്ല, പിന്നീട് ഞാൻ ഒരു കാര്യം കൂടെ, ഒരു രസകരമായൊരു കാര്യം കൂടെ പറയാം. ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ നമ്പിനാരായണൻ, ജീവിതത്തിൻ്റെ എല്ലാ ഭീകരാനുഭവങ്ങളും പോലീസിൻ്റെ കയ്യിൽ നിന്ന്, കേരള പോലീസിൻ്റെ കയ്യിൽ നിന്ന് അനുഭവിച്ചു. മറിയം റഷീദ, ഫൗസിയ ഹസൻ, ഞാൻ ജയിലിൽ പോയി കണ്ടു. ഞാൻ കോടതിയുടെ പെർമിഷൻ മേടിച്ചിട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ പോയി കണ്ടവരെ നേരിട്ട് കണ്ട് അഭിമുഖം നടത്തി ഇന്ത്യ ടുഡേയിൽ അന്ന് എഴുതി. എന്നിട്ട് അതിനെതിരെയാണ് കേസ് കൊടുത്തത്. എന്നിട്ട് അവസാനം കോൺഗ്രസ് നേതൃത്വം തന്നെ അദ്ദേഹത്തെ കരുണാകരനെ അവിടുന്ന് താഴെ ഇറക്കി. പകരം AK ആൻ്റണി ഡൽഹിയിൽ നിന്നൊരു പ്രത്യേക വിമാനത്തിൽ പറന്നു വന്ന് ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അതും ചരിത്രത്തിലുണ്ട്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡായിട്ട് ഇത് മാധ്യമ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി കോൺഗ്രസിനകത്ത് നടന്ന ഇത്തരം കഥകൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡായി അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ഈ കഥകൾ, നിറം പിടിപ്പിച്ച ഈ നുണക്കഥകൾ കാണണോ എന്നുള്ളതാണ്.